ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധര ഈ ചന്ദ്രബോസിനെ കണ്ടല്ലോ, ചന്ദ്രബോസിനോട് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട്, ഇതിലൊരു ചതി ഞാൻ മണക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ഈ സമയം ഇല്ല, ഇത് എൻ്റെ ആവശ്യമാണ്, എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ആ അഭിമാനം എനിക്ക് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ആ നിധിയെ എനിക്ക് നിധിയുടെ മുന്നിൽ തോൽപ്പിക്കണം. അവൾ എന്നേക്കുമായി അവിടെ നിന്നും അങ്ങ് പോകണം, എങ്കിലാണ് എനിക്കിത് നടക്കുള്ളൂ. അതിന് ഏറ്റവും വലിയ ആയുധമാണ് ഈ ടെൻഡർ. ഞാൻ പറയുകയാണ് ഈ ടെൻഡറിൻ്റെ എമൗണ്ട് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്കൊപ്പം നിൽക്കുമോ എന്ന് ചന്ദ്രബോസിനോട് പറയണം. അപ്പോൾ ചന്ദ്രബോസ് പറയണം, ശരി ഞാൻ നിൽക്കാമെന്നൊക്കെ CK ചന്ദ്രദാസ് പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് ഇങ്ങനെ വസുന്ധരയ്ക്ക്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ പയ്യനുണ്ടല്ലോ, ഈ പയ്യൻ എന്ന് പറയുന്ന നിഖിൽ, അവനെ എനിക്ക് നന്നായി അറിയാം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം അത് കേട്ട ഉടൻ തന്നെ എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്, അവൻക്ക് ഇന്ന കോളേജിൽ സീറ്റ് വേണം, അതിന് 5 ലക്ഷം രൂപ കെട്ടണം, അതിന് പണമില്ലാതെ ആ കുട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പണം കൊടുത്ത് സഹായിക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാനത് ചെയ്യാമെന്ന് പറയണേ. എന്നാൽ എനിക്ക് എൻ്റെ കാര്യം നിറവേറുമോ എന്ന് വീണ്ടും ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അത് കേട്ട ഉടനെ തീർച്ചയായും നിങ്ങളുടെ കാര്യം നിറവേറും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്, ആ സമയമാകുമ്പോൾ നിങ്ങളുടെ കയ്യിലെത്തുമെന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് വസുന്ധരയ്ക്ക്. അങ്ങനെ വസുന്ധര പിന്നീട് നേരെ പോകുന്നത് തൻ്റെ ഓഫീസിലോട്ടാണ്. ഈ സമയം ശിവാനിയെ കാണുകയാണ്. ശിവാനിയോട് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയാണ്. എൻ്റെ ആൻറ്റി പൊളിച്ചു, എന്നാലും ആൻറ്റിയോട് പറയാതിരിക്കാൻ വയ്യ, ആൻറ്റി ഇത്രയും വലിയ ഇതൊക്കെ കളിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നുള്ള വാക്കുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് തിരിച്ച് വസുന്ധരയ്ക്കും. ഞാനും വിജയിക്കും എന്നുള്ള ആ ഒരു സന്തോഷം വസുന്ധരയ്ക്ക് വരികയാണ് കേട്ടോ. ഇതേ സമയം ഇനി ചെയ്യാനുള്ളത് യൂണിയൻ നേതാവാണ്, എങ്ങനെയെങ്കിലും ആ ഒരു ഇതുണ്ടല്ലോ അത് അടിച്ചു മാറ്റണം. ആ ടെൻഡർ എമൗണ്ട് എത്രയാണെന്നുള്ളത് അടിച്ചു മാറ്റണം, എന്നിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് നിൻ്റെ ഡ്യൂട്ടിയാണ്, അത് നീ ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ ചെയ്തിരിക്കുമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വസുന്ധരയ്ക്കും സമാധാനമാവുകയാണ്. ഇതേ സമയം നിഖിലിനെ വിളിക്കുകയാണ് ഈ ചന്ദ്രബോസ്. അങ്ങനെ നിഖിലിനെ വിളിച്ചിട്ട് നിഖിലിനോട് പറയണേ, ഇത് ചന്ദ്രബോസാണ്, CK ചന്ദ്രദാസ് എന്ന് പറഞ്ഞ ഉടനെ, അയ്യോ സാറായിരുന്നോ, ഇത്രയും വലിയ ആൾ ഒരിക്കലും എനിക്ക് വിളിക്കുമെന്ന് ഞാൻ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ, അയ്യോ മോനെ അത്രയൊന്നും വല്ലാതെ കടന്ന് ചിന്തിക്കണ്ട, ഞാൻ നിൻ്റെ ചേച്ചി പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എൻ്റെ ചേച്ചി എന്ത് പറഞ്ഞു നിങ്ങളോട് എന്ന് പറയുമ്പോൾ പറയണേ, നിൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു നിനക്ക് ഇന്ന കോളേജിൽ അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞു, അതിന് പണമില്ല എന്ന് പറഞ്ഞു, ആ പണം ഞാൻ തരാൻ വേണ്ടി നിൻ്റെ ചേച്ചി പറഞ്ഞു എന്ന് പറയണേ. സത്യമായിട്ടും എന്ന് പറയണേ, സത്യമായിട്ടും നിൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞതാണ്. പക്ഷേ ഇക്കാര്യം നീ നിൻ്റെ ചേച്ചിയോട് വിളിച്ച് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യരുത്, കാരണം നിൻ്റെ ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നീ അറിയരുതെന്ന്. പക്ഷേ നീ അറിഞ്ഞോട്ടെ എന്ന് വെച്ച് പറഞ്ഞതാണ്. നിൻ്റെ ചേച്ചി നിനക്ക് വിളിക്കാതെ ഇരിക്കൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ സമയം നീ എന്നെ കാണാൻ വരുമോ, അത് നിന്നെ കാണാൻ ഞാൻ വരണമെന്ന് ചോദിക്കുമ്പോൾ, വേണ്ട ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ് ഈ നിഖിലിന് കേട്ടോ. പിന്നീട് നിഖിൽ ഒന്നും നോക്കില്ല, തൻ്റെ വണ്ടിയെടുത്ത് നേരെ CK ചന്ദ്രബോസിൻ്റെ ആ ഒരു ഓഫീസിലോട്ട് ചെല്ലാണ്. ഇതേ സമയം സാറിനെ കാണണമെന്ന് പറയുമ്പോഴേക്കും CCTV ദൃശ്യങ്ങൾ ഇവൻ വന്നത് കണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഉടനെ അവനും ഇങ്ങോട്ട് വരാൻ പറയുമെന്ന് പറയണം. അങ്ങനെ ഈ സമയം CK ചന്ദ്രബോസ് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയാണ് നിഖിലിനോട്. അങ്ങനെ നിഖിൽ അവിടെ വരികയാണ് കേട്ടോ. നിഖിൽ വന്ന ഉടൻ തന്നെ, സാറിനെ കാണുന്നത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, എന്നാലും എനിക്ക് ഒരുപാട് സന്തോഷം. അത്ര ഒന്നും വേണ്ട, നിനക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം, കാരണം നിൻ്റെ ചേച്ചി അത്രയും വലിയ സഹായമാണ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്, അതിലും ഉപരി ഒന്നല്ല ഈ സഹായം, ഇതൊരു ചെറിയ സഹായം എന്ന് പറയാനായിട്ടാ. അപ്പോൾ ഇത് കേൾക്കുന്ന നിഖിൽ പറയണേ, അല്ല സാറേ എത്ര വലിയ സഹായമാണ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നതെന്ന് അറിയോ എന്നൊക്കെ പറയുമ്പോൾ, എന്തായാലും അതൊന്നും വിഷയമാക്കണ്ട, നീ നിൻ്റെ ചേച്ചിയെ വിഷമിപ്പിക്കരുത്, അത് മാത്രം ചെയ്താൽ മതി എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയം നിഖിൽ പറയണേ, ഞാൻ ചേച്ചിയോട് അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞ് എനിക്ക് സങ്കടമായി, ചേച്ചി എനിക്ക് ചെയ്തു തരുമെന്ന് എനിക്ക് അറിയായിരുന്നു, അത്രയും പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എനിക്ക് മനസ്സിലാവും മോനെ നിൻ്റെ വിഷമം, എന്തായാലും നീ പഠിച്ചോ, നിനക്ക് അഡ്മിഷനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതാ പണം എന്ന് പറഞ്ഞ് കൊടുക്കണം കേട്ടോ. പിന്നീട് നിഖിലിനോട് പറയാണ്, ആ ഓഫീസിലോട്ട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നീ പണം കെട്ടിയാൽ മതിയെന്ന് പറയണേ. ഇതും കൂടി കേൾക്കുമ്പോൾ പറയാൻ വാക്കുകളില്ല, അത്രയും സന്തോഷം
നിഖിലിന് ആവാണ് കേട്ടോ. പിന്നീട് നിഖിൽ ഒന്നും നോക്കില്ല, നിഖിൽ അവിടെ നിന്ന് നേരെ ഇറങ്ങാണ്. അങ്ങനെ നിഖിൽ പിന്നീട് തൻ്റെ ചേച്ചി തൻ്റെ കണ്ടറിഞ്ഞ് പെരുമാറിയിരിക്കുന്നു, തന്നോട് കണ്ടറിഞ്ഞ് തൻ്റെ ആഗ്രഹം നിറവേറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ചേച്ചിയോട് എന്താണ് ഇനി പറയേണ്ടതെന്ന് അറിയില്ല. എന്നാലും വേണ്ടില്ല, തൻ്റെ ചേച്ചിക്ക് വിളിക്കരുതെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് വിളിക്കുന്നില്ല എന്ന് നിഖിലും ചിന്തിക്കണം. ഇതേ സമയം വസുന്ധരയാണെങ്കിലോ യൂണിയൻ നേതാവിനെ ചെന്ന് കാണാൻ കേട്ടോ. യൂണിയൻ നേതാവിനോട് പറയാണ്, ഞങ്ങൾ ഇന്ന ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ നീ ചെയ്യണം, അതുപോലെ തന്നെ നീ കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് ഇവിടെ ജോലി ഉണ്ടാവും. അപ്പോൾ ഉടൻ തന്നെ ഇതേ വസുന്ധരൻ്റെ ഞാനൊരു കാര്യം പറയട്ടെ മാഡം അല്ലേ എനിക്ക് ഇവിടെ ഒരു ജോലി വാങ്ങി തന്നത്, അതുകൊണ്ട് തന്നെ മാഡം എന്ത് പറഞ്ഞാലും അത് ഞാൻ കേൾക്കാൻ തയ്യാറാണ്, എന്നാൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണമെന്ന് പറയുമ്പോൾ ശരി മാഡം ഞാൻ അതുപോലെ ചെയ്തോളാം എന്ന് പറയാം കേട്ടോ. പിന്നീട് ശിവാനിയെ ചെന്ന് കാണാണ്. നിധിയെ നമുക്ക് ആ റൂമിൽ നിന്നും ഒഴിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇനി നോക്കുന്നത്. പിന്നീട് നിധിയുടെ റൂമിൽ പോയി ആ ടെൻഡർ എമൗണ്ട് അതൊരിക്കലും അവൾ പൊട്ടിച്ച് എന്നറിയാത്ത വിധത്തിൽ നീ എടുക്കണമെന്ന് പറയുമ്പോൾ ശിവാനി ഞാൻ ഏറ്റു വസുന്ധര ആൻറ്റി എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഈ സമയമാണെങ്കിലോ നിഖിലിന് വിശ്വാസമാവുന്നില്ല. നിഖിൽ ഭയങ്കര സന്തോഷത്തിൽ തൻ്റെ വീട്ടിൽ വരികയാണ്. പിന്നീട് ചേച്ചിക്ക് വിളിക്കണമല്ലോ, അങ്ങനെ ചേച്ചിക്ക് വിളിക്കണം. അപ്പോൾ ചേച്ചി സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കല്ലോ, നിഖിൽ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ച ആ ഒരു സങ്കടമുണ്ട്, എന്നാൽ ഗൗതമിനോട് ഇത് പറയാനും വയ്യ, വസുന്ധരയോട് വഴക്കിട്ട കാരണം അത് പറയാനും വയ്യ കേട്ടോ. അപ്പോൾ ഈ സമയം നിഖിൽ എന്ത് ചെയ്യുന്നു, തൻ്റെ ചേച്ചിക്ക് വിളിക്കുകയാണ്. അപ്പോൾ ചേച്ചി തൻ്റെ അനിയൻ്റെ ഫോൺ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ്, വാക്കുകളില്ല, അത്രയും വലിയ സന്തോഷത്തിൽ തൻ്റെ അനിയനോട് മോനെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ചേച്ചി ഞാനാണ് നിഖിലാണ്, എന്നാലും എൻ്റെ ചേച്ചി ഇത്രയും വലിയൊരു സർപ്രൈസ് എനിക്ക് തരുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ എന്താ നീ പറയുന്നത്, എനിക്ക് മനസ്സിലായി ചേച്ചി, എന്തായാലും എൻ്റെ ചേച്ചിയോട് ഞാൻ പറഞ്ഞ വാക്കുകൾക്കെല്ലാം ഞാൻ സോറി പറയുന്നു എന്ന് പറയട്ടെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഒരു CK ചന്ദ്രദാസ് പൈസ തന്ന കാര്യം നിധി അറിയാതെ പോവാണ് കേട്ടോ. ഈ ഒരു വാക്ക് പറയുമ്പോൾ നിധിക്ക് ഒരുപാട് സന്തോഷമാവാണ്. എൻ്റെ മോനെ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതെന്ന് എനിക്കറിയാം, പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് നീ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല മോനെ, എൻ്റെ അടുത്താണ് തെറ്റ് പറ്റിയത്, നിന്നെ പഠിപ്പിക്കണം എന്നുള്ള ആ ഒരു ഇത് എനിക്ക് ഗൗതമിനോട് ചോദിക്കണം എന്നുള്ളതൊന്നും എനിക്ക് ഉണ്ടായില്ല, ഞാൻ അപ്പോഴത്തെ ആ മാനസികാവസ്ഥയിൽ അങ്ങനെ നിന്നോടും പറഞ്ഞു, ചേച്ചി എൻ്റെ കാര്യങ്ങൾ കണ്ടറിഞ്ഞല്ലോ, അത് മതി എനിക്ക് ചേച്ചി എന്ന് പറയും. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. ഇതേസമയം ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ എന്നിങ്ങനെ നിധി ചിന്തിക്കുന്നുണ്ട്. പിന്നീട് ഗൗതം വരികയാണ്. ഗൗതം വരുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ആ പ്രണയ നിമിഷങ്ങളും ആ സന്തോഷം പങ്കുവെക്കലൊക്കെ ആവുമ്പോൾ ഇങ്ങനെ തൻ്റെ അനിയൻ എന്ത് പറഞ്ഞു എന്നുള്ളത് നിധിയുടെ മൈൻഡിൽ നിന്നും വിട്ടുപോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇനി ടെൻഡർ അടിച്ചു മാറ്റുന്ന ഈ സീനാണ്. അതിനിടയ്ക്ക് നിധിക്ക് വെച്ച ഒരു കുരുക്കുണ്ട്, അത് ഗൗതമിനാണ് ഏൽക്കുന്നത്. അതിനെക്കുറിച്ച് മുമ്പ് ഞാൻ റിവ്യൂ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഇനി എന്തായാലും ഈ ടെൻഡർ അടിച്ചു മാറ്റും. പക്ഷേ ഈ ടെൻഡർ അടിച്ചു മാറ്റുന്നതിനോട് കൂടിയിട്ടാണ് ഇതിൻ്റെ പിറകിൽ ഗൗതമിൽ നിന്നും മനഃപൂർവ്വം നിധിയെ അകറ്റാൻ വേണ്ടി ചെയ്തതാണെന്നും ആരാണിത് ചെയ്തതെന്നും ഇനി ഗൗതം അറിയൂ കേട്ടോ. അതോടുകൂടിയാണ് വസുന്ധരയോട് ഗൗതമിന് ദേഷ്യം വരിക. ഇതോടുകൂടി വസുന്ധരയും ഗൗതമും കൂടിയിട്ടുള്ള ആ പ്രശ്നത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇനി പലതും ഇനി ഗൗതം അറിയൂ കേട്ടോ. ഇതോടുകൂടി തന്നെ നിധി ഇനി ഗൗതമിന് ഒരു ജന്മരഹസ്യമുണ്ടല്ലോ, അതാരാണെന്ന് നിധി കണ്ടെത്തുകയാണ്. വസുന്ധരയുടെ മകനാണോ അതോ പാറുവിൻ്റെ മകനാണോ എന്നുള്ളത് നിധി കണ്ടെത്തുന്ന ആ എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ.